Hi all, welcome back to Click. നമ്മുടെ PYQ Blitz 25 day 11th ഡേയിലേക്ക് കടക്കുകയാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ 10th ഡേയിൽ പെൻഡിങ് ഉള്ള ഒരു 3 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് സെക്യൂരിറ്റി ആയി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്ലസ് കുറച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം. അത് ഞാൻ പറയാൻ കാരണം ഇതിനകത്തുള്ള പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ്ലി ഈ പറയുന്ന സിസ്റ്റം അഡ്മിൻ, സിസ്റ്റം അനലിസ്റ്റ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ഏത് പോസ്റ്റിലേക്ക് വേണമെങ്കിൽ ആയിക്കോട്ടെ. ലാസ്റ്റ് ഒരു 10 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താൽ വേണ്ട, ലാസ്റ്റ് ഒരു 5 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 60 marks കണ്ണടച്ച് കിട്ടാനുള്ള കണ്ടന്റ്സ് റിപ്പീറ്റഡ് ആണ് നമ്മുടെ എക്സാമുകളിലെല്ലാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യാം. In RMI, the process of passing parameters to a remote method from client to server and vice versa is called. എന്താണ് RMI? റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ. റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷനകത്ത് പ്രോസസ് ഓഫ് പാസിംഗ് പാരാമീറ്റേഴ്സ് കേട്ടോ ടു റിമോട്ട് മെത്തേഡിലേക്ക് പാരാമീറ്റർ പാസ് ചെയ്യുന്ന പ്രോസസ്സ്. എവിടെ നിന്ന് എങ്ങോട്ട്? ക്ലയന്റ് ടു സെർവർ ആൻഡ് വൈസ് വേഴ്സ. ക്ലയന്റിൽ നിന്ന് സെർവറിലോട്ടും തിരിച്ചും എങ്ങനെയാണ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഏതിനകത്ത്? റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷനകത്ത്. അതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടല്ല, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഡേറ്റയാണ് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് ആൻസർ. കമ്മിങ് ടു ദ സെക്കൻഡ് ഓപ്ഷൻ, മൾട്ടിപ്ലെക്സിംഗ് ആൻഡ് ഡീമൾട്ടിപ്ലെക്സിംഗ്. നമ്മൾ ഇത് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനിലല്ലേ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് മൾട്ടിപ്ലെക്സിംഗ് യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ സിഗ്നൽസ് കമ്പൈൻ ചെയ്ത് ഒന്നാക്കി മാറ്റിയിട്ട് അതങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, അതങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ എവിടെയാണോ ഇത് റിസീവ് ചെയ്യുന്നത് ആ എൻഡില് എന്ത് ചെയ്യും? ഈ ഡീമൾട്ടിപ്ലെക്സർ ആയിരിക്കും ഈ ഒറ്റ സിഗ്നലിനെ മൾട്ടിപ്പിൾ സിഗ്നൽസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ ഓപ്ഷൻ സി, മാർഷലിംഗ് ആൻഡ് അൺമാർഷലിംഗ്. ദാ എടുക്കണം നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. വാട്ട് ഡസ് ഇറ്റ് മീൻ? മാർഷലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ ഇൻടു എ ബൈറ്റ് സ്ട്രീം ആക്കി മാറ്റും. അങ്ങനെ ബൈറ്റ് സ്ട്രീം ആക്കിയിട്ടാണ് അത് നെറ്റ്വർക്ക് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതെന്താണ് എൻഷുർ ചെയ്യുക? നമ്മുടെ ഒബ്ജക്ട്സ് പോലെയുള്ള കോംപ്ലക്സ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഒരു ക്ലയന്റിനും സെർവന്റിനും ഇടയിൽ ഒരു സീരിയലൈസ്ഡ് ഫോർമാറ്റിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മാർഷലിംഗ് ഉറപ്പുവരുത്തുന്നത്. അപ്പൊ എന്തായിരിക്കും അൺമാർഷലിംഗ്? അതായത് ഈ ബൈറ്റ് സ്ട്രീമിനെ തിരിച്ച് ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ അൺമാർഷലിംഗ് എന്ന് പറയുന്നത്. ഈ ബൈറ്റ് സ്ട്രീമിനെ ഒബ്ജക്റ്റ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യും. നൗ വൺ മോർ ഓപ്ഷൻ ഈസ് ദർ, അപ്ലോഡിംഗ് ആൻഡ് ഡൗൺലോഡിംഗ്. ദാറ്റ്സ് നോട്ട് ദ ആൻസർ. അപ്ലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഇതെല്ലാം ഫയൽ ട്രാൻസ്ഫറിനെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് നോട്ട് ദി ആൻസർ. ഓക്കെ, റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷനിൽ ഫയൽ ട്രാൻസ്ഫർ വരുന്നില്ല. Now, let's move to the next question. UDDI stands for. നിങ്ങൾ ആലോചിക്കണം, ഒരു പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് എന്താ പറയുക അക്രോണിംസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ളതായിട്ട് തന്നെ വരുന്നത് എന്ന് പല എക്സാമുകളിലും നമ്മൾ കാണുന്നുണ്ട്. സോ ഷോർട്ട് ഫോംസ് കാണുമ്പോൾ ഇഫ് പോസിബിൾ അത് മാത്രമായിട്ടൊരു നോട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. UDDI സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ ഡിസ്ക്രിപ്ഷൻ, ഡിസ്കവറി ആൻഡ് ഇന്റഗ്രേഷൻ, വിച്ച് ഇസ് ഓപ്ഷൻ ഡി. നമുക്ക് എളുപ്പത്തിൽ അറിയാമെങ്കിൽ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് ചൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. പിന്നെ നമ്മൾ ഏകദേശം അർത്ഥമൊക്കെ നോക്കി ഒരു ഗസ് അടിക്കും, ഒരു 50-50 പാസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഗസ് അടിക്കും, എന്തായാലും ഇങ്ങനെയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നോക്കും ഇന്റഗ്രേഷൻ ആണ് എല്ലായിടത്തും. അപ്പൊ എന്തായാലും നമ്മൾ ഉറപ്പിക്കും എന്ത് ഇന്റഗ്രേഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കും ഡയറക്ടറി 2 വരുന്നുണ്ട്, ഡിസ്കവറി 2 വരുന്നുണ്ട്, ഇതിൽ ഏതോ ഒരെണ്ണമാണ്. പിന്നെ യൂണിവേഴ്സൽ 2 വരുന്നുണ്ട്, യൂണിഫോം 2, ഇതിൽ ഏതോ വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് വരുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏകദേശം മീനിങ് ഒക്കെ റൈറ്റ് ആവുന്ന രീതിയിൽ UDDI എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നറിയുന്നവരാണെങ്കിൽ അതിന്റെയും കൂടിയും ബേസിസിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഗസ് അടിച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ കറക്റ്റ് ഓപ്ഷൻ കിട്ടും. അൺഫോർച്ചുനേറ്റ്ലി മിക്കവരും ഗസ് ചെയ്തിട്ട് തെറ്റിക്കാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള അക്രോണിംസ് ഇങ്ങനെ ഇടയ്ക്ക് കാണുവാണെങ്കിൽ പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. അതൊരു നോട്ടാക്കി വെക്കുക, പെട്ടെന്നൊന്ന് മറച്ചു നോക്കാവുന്ന വിധത്തിൽ. വേറെ ഒന്നും കൊണ്ടല്ല,
പല എക്സാമുകളിലും ഇപ്പോഴും ഇത് 2021 കഴിഞ്ഞ എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലും ഇപ്പോഴും എന്താണ് അതിന്റെ എക്രോണിംസ് തന്നിട്ട് അത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒന്നുമല്ല. വെബ് സർവീസസ് പബ്ലിഷ് ചെയ്യുന്നതിനും ഡിസ്കവർ ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ഫ്രെയിംവർക്ക് ആണ് ഈ പറയുന്ന യൂണിവേഴ്സൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്കവറി ആൻഡ് ഇന്റഗ്രേഷൻ ഓർ UDDI. അതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഓർത്തു വെക്കുക. നമ്മളിപ്പോ പറഞ്ഞു എന്താണ് ഡയറക്ടറി സർവീസ്, അതുപോലെ തന്നെ ആക്ട്സ് ആസ് എ ഡയറക്ടറി സർവീസ് ഫോർ വെബ് സർവീസസ്. ഡിസ്കവർ ചെയ്യും പബ്ലിഷ് ചെയ്യും വെബ് സർവീസസ് എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത് ആക്ട്സ് ആസ് എ ഡയറക്ടറി സർവീസ് ഫോർ വെബ് സർവീസസ്. അതുപോലെ തന്നെ allows businesses to publish their service details. Okay, then enables clients to discover and integrate services dynamically. ഇതൊക്കെയാണ് UDDIയുടെ കീ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നത്. ഓക്കെ, ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കോമ്പണൻസ് ആണുള്ളത്. ഇതൊക്കെയാണ് യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ വർക്ക്സ് അക്രോസ് ഡിഫറെന്റ് പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് ഇതിനെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ഫ്രെയിംവർക്ക് ആണ് എന്ന് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൊവൈഡ്സ് മെറ്റാ ഡേറ്റ അബൌട്ട് സർവീസസ്. ഓക്കെ, ഇനി ഡിസ്കവറി, മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ ഡേറ്റ അബൌട്ട് ഡേറ്റ. ഓക്കെ, ഡിസ്കവറി എന്താണ്? ഹെൽപ്സ് ലൊക്കേറ്റ് വെബ് സർവീസസ്. ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എനേബിൾ സീംലെസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് an entire overview about UDDI. Let's move to the next question now. In a HTTP connection, a single TCP connection is used to send and receive multiple HTTP requests or responses. ഏത് ടൈപ്പ് HTTP കണക്ഷനിലാണ് ഇത് നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Right answer is option A, persistent. HTTP connection persistent അല്ലെങ്കിൽ non persistent ആവാം. Persistent HTTP connection keep alive കണക്ഷൻ എന്നും വിളിക്കാറുണ്ട്. അതായത് ഒരു സിംഗിൾ TCP കണക്ഷൻ എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ HTTP റിക്വസ്റ്റിനും റെസ്പോൺസിനും വേണ്ടി യൂസ് ചെയ്യാണ് ഈ പെർസിസ്റ്റന്റ് HTTP കണക്ഷനിൽ ചെയ്യുന്നത്. ഈ കണക്ഷൻ അഡീഷണൽ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയി തന്നെ കിടക്കും. എന്നാൽ നോൺ പെർസിസ്റ്റന്റ് HTTP കണക്ഷനിൽ എങ്ങനെയാണ്? ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും ഓരോ പുതിയ TCP കണക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ റിക്വസ്റ്റ് റെസ്പോൺസ് സൈക്കിള് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കണക്ഷൻ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ റിപ്പീറ്റഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാവുമ്പോൾ എന്താ ഹയർ ഓവർ ഹെഡ് കാണും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് HTTP 1.0 ആയിരിക്കും. അതായത് ഇതില് എല്ലാ റിക്വസ്റ്റും ഒരു കണക്ഷനെ ക്ലോസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെ മൾട്ടിപ്പിൾ റിക്വസ്റ്റിന് പുതിയ TCP കണക്ഷൻസ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുവഴി നമുക്ക് ലേറ്റൻസി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് HTTP 1.1. ഇത് ബൈ ഡിഫോൾട്ട് പെർസിസ്റ്റന്റ് കണക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. റിമൈനിങ് ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ബോത്ത് A and B അത് റോങ് ആണ്. ദെൻ D none of the above അതും റോങ് ആണ്. Okay, now let's move to the next question. The encryption protocol used by HTTPS. ഭയങ്കര ഈസിയാണ്. ഓപ്ഷൻ ബി TLS, ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. HTTPS എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ ആണ്. അതെന്താണ് ചെയ്യുന്നത്? HTTPനെ അപേക്ഷിച്ചിട്ട് എൻഷുർ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഓവർ ദ വെബ് ബൈ എൻക്രിപ്റ്റിംഗ് ഡേറ്റ. ഈ എൻക്രിപ്ഷൻ പ്രോട്ടോകോൾ ആയിട്ട് അത് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന TLS, അതായത് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി എൻക്രിപ്ഷൻ പ്രോട്ടോകോൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് TLS HTTPS വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ TLS ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന വഴി കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, ഓതന്റിക്കേഷൻ ഒക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക, HTTPS എന്ന് പറഞ്ഞാൽ HTTP+TLS/SSL. SSL മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ യൂസ് ചെയ്തിരുന്നത്. ബട്ട് TLS ഹാസ് റീപ്ലേസ്ഡ് ഇറ്റ്.
അപ്പൊ ഇത്രയാണ് നമ്മൾ TLS-നെ കുറിച്ചും HTTPS-നെ കുറിച്ചും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. SHA സെക്യൂർ ഹാഷ് അൽഗോരിതം ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇത് എൻക്രിപ്ഷന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്, ഇന്റഗ്രിറ്റി വെരിഫിക്കേഷന് വേണ്ടിയിട്ടല്ലേ, ഡിജിറ്റൽ സിഗ്നേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നോട്ട് അവർ ആൻസർ. ഇനി IMAP ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിൽ റിട്രീവൽ പ്രോട്ടോകോൾ, നോട്ട് റിലേറ്റഡ് ടു HTTPS എൻക്രിപ്ഷൻ. സോ incorrect. Now POP3 post office protocol 3 എന്താണ്? Also a mail retrieval protocol unrelated to HTTPS. Let's move to the next question. Dash is an evolutionary software process model that couples the iterative nature of prototyping with the controlled and systematic aspects of the waterfall model. Evolutionary software process model എന്ന് പറയുന്നുണ്ട് couples the iterative nature of prototyping with the controlled and systematic aspects of waterfall model. And the right answer is option A, spiral model. അതായത് ഈ സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇവല്യൂഷണറി സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ ദാറ്റ് കമ്പൈൻസ് ഐട്രേറ്റീവ് നേച്ചർ ഓഫ് പ്രോട്ടോടൈപ്പിംഗ്. അതായത് കണ്ടിന്യൂസ് റിഫൈൻമെന്റ് ആൻഡ് യൂസർ ഫീഡ്ബാക്ക് കിട്ടുമല്ലോ, അതാണ് ഐട്രേറ്റീവ് നേച്ചർ ഓഫ് പ്രോട്ടോടൈപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് അപ്രോച്ച് ഓഫ് ദി വാട്ടർഫോൾ മോഡൽ, അതായത് സ്റ്റെപ്പ് വൈസ് ഡെവലപ്മെന്റ്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്പൈറൽ മോഡൽ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു ടെർമിനോളജിയാണ് റിസ്ക് ഡ്രിവൺ അപ്രോച്ച്. റിസ്ക് ഡ്രിവൺ എന്ന് കണ്ടാൽ അപ്പൊ സ്പൈറൽ മോഡലാണ്. ഓക്കെ, ഇറ്റ് ഇവാലുവേറ്റ്സ് ആൻഡ് മിറ്റിഗേറ്റ്സ് റിസ്ക് അറ്റ് ഈച്ച് ഐട്രേഷൻ. ദാറ്റ്സ് വൈ വി ആർ സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് റിസ്ക് ഡ്രിവൺ അപ്രോച്ച്. പിന്നെ ഐട്രേറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. അതായത് സോഫ്റ്റ്വെയർ എന്താണ് ഫേസസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ ഫേസിൽ എന്ത് നടക്കുന്നുണ്ട്? റിക്വയർമെന്റ്സ് റിഫൈൻ ചെയ്യും, സൊല്യൂഷൻസും കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ കണ്ടിന്യൂസ് ഫീഡ്ബാക്കും റിഫൈൻമെന്റ്സും ആണ്. അതുകൊണ്ട് തന്നെ യൂസർ ഇൻവോൾവ്മെന്റ് കൂടുതലാണ്. ഇതില് 4 മെയിൻ ഫേസസ് ആണ് വരുന്നത്. അതായത് പ്ലാനിങ് വരും, then risk analysis, then വരുന്നത് എഞ്ചിനീയറിംഗ്, then ഇവാലുവേഷൻ. ഓക്കെ, ഈ 4 ഫേസസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിമൈനിങ് ഓപ്ഷൻസ് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് വി മോഡൽ. വി മോഡൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ എക്സ്റ്റൻഷൻ ഓഫ് വാട്ടർഫോൾ മോഡൽ വിത്ത് എ സ്ട്രോങ് ടെസ്റ്റിംഗ് ഫേസ് അറ്റ് ഈച്ച് സ്റ്റെപ്പ്. അത് ഇവല്യൂഷണറിയോ അല്ല, ഐട്രേറ്റീവോ അല്ല ഈ സ്പൈറൽ മോഡൽ പോലെ. സോ ദാറ്റ്സ് നോട്ട് അവർ ആൻസർ. ദെൻ ഇൻക്രിമെന്റൽ മോഡൽ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഇൻക്രിമെന്റൽ ബിൽഡ് ആയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് റിസ്ക് അനാലിസിസോ ഐട്രേറ്റീവ് പ്രോട്ടോടൈപ്പിംഗോ ഒന്നും ഇല്ല. സോ ഇൻക്രിമെന്റൽ മോഡൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ നൺ ഓഫ് ദ അബോവ് എന്നുള്ളത് ഓഫ് കോഴ്സ് ഇറ്റ്സ് റോങ്. Now let's move to the next question. In the context of an integration test strategy, dash is the re-execution of some subset of tests that have already been conducted to ensure that changes have not propagated unintended side effects. ഏതാണ് വരിക? Regression testing. എന്താണ് regression testing? It's a type of software testing. It involves re-executing a subset of test cases. ഈ test cases സബ്സെറ്റ് പിന്നെയും എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. അത് നേരത്തെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയതായിരിക്കും, പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ എന്തെങ്കിലും റീസെന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ലൈക്ക് കോഡ് മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ ബഗ് ഫിക്സസോ അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സോ ഒക്കെ ആഡ് ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ് റീ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ വി വിൽ ഡു ഇറ്റ് അഗെയിൻ. ഇനി റിഗ്രഷൻ ടെസ്റ്റിംഗില് ഈ ഫീച്ചേഴ്സ് ഓർത്ത് വെക്കേണ്ടത് ചേഞ്ചസിന് ശേഷവും എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റി റിമെയിൻ ഇൻടാക്ട് എന്നുള്ളത് എൻഷുർ ചെയ്യും. പുതിയ അപ്ഡേറ്റ്സ് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് റിഗ്രഷൻ ടെസ്റ്റിംഗ് ആയിരിക്കും. ഫിക്സസ്, എൻഹാൻസ്മെന്റ്സ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻസ് അതിനൊക്കെ ശേഷമാണ് ടിപ്പിക്കലി ഈ പറയുന്ന റിഗ്രഷൻ ടെസ്റ്റിംഗ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. റിഗ്രഷൻ ടെസ്റ്റിംഗിന് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റിഗ്രഷൻ ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. Then let's move to the remaining options. The first one is mock testing. Mock testing എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ടെസ്റ്റ് ആണ്. മേജർ ഫംഗ്ഷനാലിറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ടോ ആപ്ലിക്കേഷന്റെ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പെർഫോം ചെയ്യുന്നത്. ദാറ്റ്സ് നോട്ട് അവർ ആൻസർ.
ഇനി സ്ട്രെസ് ടെസ്റ്റിംഗ് തന്നെ നമുക്കറിയാം, അതായത് എക്സ്ട്രീം ലോഡ് കണ്ടീഷൻസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും പീക്കിൽ എങ്ങനെയായിരിക്കും സിസ്റ്റം പെർഫോം ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെസ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റീ എക്സിക്യൂട്ടിംഗ് ഓൾഡ് ടെസ്റ്റ് കേസസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? കോൺഫിഗറേഷൻ ടെസ്റ്റിംഗ്. ഇറ്റ് വെരിഫൈസ് ദ കോമ്പാറ്റിബിലിറ്റി ഓഫ് സോഫ്റ്റ്വെയർ വിത്ത് ഡിഫറെന്റ് കോൺഫിഗറേഷൻസ്. സോ ദാറ്റ്സ് നോട്ട് അവർ ആൻസർ. So the right answer is option B, regression testing. Let's move to the next question. The dash model indicates how software will respond the external events or stimuli. ഏതായിരിക്കും? ബിഹേവിയർ മോഡൽ അല്ലേ? അതായത് എക്സ്റ്റേണൽ ഇവന്റ്സ് അല്ലെങ്കിൽ സ്റ്റിമുലി കാണുമ്പോൾ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബിഹേവിയറൽ മോഡൽസ് ആണ്. ഓക്കെ, കോമ്പണൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസിലാണ് ഈ പറയുന്ന ബിഹേവിയർ മോഡൽ ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ട്രാൻസിഷൻസ് സംഭവിക്കുമല്ലോ ഓരോ ഇവന്റ്സ് വരുമ്പോൾ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പറയുന്ന ബിഹേവിയർ മോഡൽ ആണ്. ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യൂഷ്വലി ലെറ്റ്സ് സേ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാംസ് അല്ലെങ്കിൽ UML സ്റ്റേറ്റ് മെഷീൻസ് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബിഹേവിയർ മോഡൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ടു ദ റിമൈനിങ് ഓപ്ഷൻസ്. ഫസ്റ്റ് സിസ്റ്റം മോഡൽ. സിസ്റ്റം മോഡൽ എന്ന് പറഞ്ഞാൽ ഓവറോൾ സ്ട്രക്ചറും അതുപോലെ തന്നെ ഡിഫറെന്റ് കോമ്പണൻസ് ഒക്കെ ഉണ്ടല്ലോ സിസ്റ്റത്തിന്റെ, അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ആൻസർ. നൗ കോണ്ടെക്സ്റ്റ് മോഡൽ ഉണ്ട്. കോണ്ടെക്സ്റ്റ് മോഡൽ എന്താ കാണിക്കുന്നത്? എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ സിസ്റ്റം ഓപ്പറേറ്റ്സ്. അതാണ് കോണ്ടെക്സ്റ്റ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ മോഡൽ എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ഹൗ ഡേറ്റ is structured, stored and processed. അതാണ് കാണിക്കുന്നത്. So that's not our answer. So we can say that our right answer is option C. The behavior model indicates how software will respond the external events or stimuli. External environment എങ്ങനെയാണ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റ് മോഡൽ കാണിക്കുന്നത്. പക്ഷെ എക്സ്റ്റേണൽ ഇവന്റ്സ് അല്ലെങ്കിൽ സ്റ്റിമുലി വരുമ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് ബിഹേവിയർ മോഡലിൽ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. Let's move to the next question. Dash is a system whose operation is degraded if results are not produced according to the specified timing requirements. ഏതായിരിക്കും? എംബഡഡ് സിസ്റ്റം ആണോ? എന്താണ് ബേസിക്കലി എംബഡഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ? ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഡിസൈൻ ഫോർ എ സ്പെസിഫിക് ടാസ്ക്. അതിനകത്ത് റിയൽ ടൈം കൺസേൺഡ് ആവേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ടൈം കൺസ്ട്രെയിൻസിന്റെ എന്തെങ്കിലും കാര്യങ്ങളോ വരുന്നുണ്ടോ? ഇല്ല. So embedded system അല്ല. Whose operation is degraded. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് a system whose operation is degraded if results are not produced according to the specific timing requirements. Timing requirements അനുസരിച്ച് വേണ്ട റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തില്ല എങ്കിൽ സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ ഡീഗ്രേഡഡ് ആവും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും എംബഡഡ് അല്ല എന്ന് നമുക്കറിയാം. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് വർക്കിംഗ് ടുഗദർ അല്ലെ? അപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് ആക്ച്വലി അത് ഫോക്കസ് ചെയ്യുന്ന റിസോഴ്സ് ഷെയറിംഗിലാണ്, അതുപോലെ തന്നെ സ്കെയിലബിലിറ്റിയിലും, അല്ലാതെ റിയൽ ടൈം കൺസ്ട്രെയിൻസിലല്ല ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹാർഡ് റിയൽ ടൈം സിസ്റ്റം, സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം. റിയൽ ടൈം സിസ്റ്റത്തിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹാർഡും ഉണ്ട്, സോഫ്റ്റും ഉണ്ട്. ഹാർഡ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ടൈമിംഗ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ടൈമിംഗ് റിക്വയർമെന്റ്സ്, സ്പെസിഫൈഡ് ടൈമിംഗ് റിക്വയർമെന്റ്സിന്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫെയിലിയർ ടു മീറ്റ് ഡെഡ് ലൈൻസ് ലീഡ്സ് ടു സിസ്റ്റം ഫെയിലിയർ. സിസ്റ്റം അപ്പാടെ അങ്ങ് എന്തായി പോവും? ഫെയിൽ ആയി പോവും. ഹാർഡ് റിയൽ സിസ്റ്റത്തിന്റെ കേസിൽ എന്ത് വേണ്ട പിന്നെ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ഡിവൈസസ്, ഏവിയോണിക്സ്, അങ്ങനത്തെ ഒക്കെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹൂസ് ഓപ്പറേഷൻ ഈസ് ഡീഗ്രേഡഡ് ഇഫ് റിസൾട്ട്സ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് ടൈമിംഗ് റിക്വയർമെന്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അത് അപ്ലൈസ് ടു ആക്ച്വലി സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം, നോട്ട് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം. ഹാർഡ് റിയൽ ടൈം സിസ്റ്റത്തിൽ സിസ്റ്റം അപ്പാടെ ഡെഡ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, ഡീഗ്രേഡഡ് എന്നുള്ള ആ ടെർമിനോളജി വന്നതുകൊണ്ട് വി ക്യാൻ ചൂസ് ഓപ്ഷൻ ഡി, സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ്. ഇതിനകത്ത് ടൈമിംഗ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ ക്രിട്ടിക്കൽ അല്ല. കുറച്ച് ഡിലേ ഒക്കെ ആക്സെപ്റ്റബിൾ ആണ്. ഡിഗ്രേഡഡ് പെർഫോമൻസ് അലൗഡ് ആണ്. സിസ്റ്റം എൻറ്റയർലി ഫെയിൽ ആയി പോകുന്നില്ല. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വീഡിയോ സ്ട്രീമിംഗ്, ഓൺലൈൻ ഗെയിമിംഗ്, മൾട്ടിമീഡിയ സിസ്റ്റംസിലൊക്കെയാണ് നമ്മൾ സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഹാർഡ് റിയൽ ടൈം സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു മെഡിക്കൽ ഡിവൈസസിൽ, ഏവിയോണിക്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. Now let's move to the next question. Dash is an example of safety critical system. ഏതായിരിക്കും?
സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റം. ഇൻസുലിൻ പമ്പ് ആണോ, സ്പേസ് ക്രാഫ്റ്റ് നാവിഗേഷൻ സിസ്റ്റം ആണോ, ഓൺലൈൻ മണി ട്രാൻസ്ഫർ സിസ്റ്റം ആണോ, സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റം. ഓൺലൈൻ ഗെയിമിംഗ് എന്തായാലും അല്ല. ഇത് ഒരു സേഫ്റ്റി റിസ്ക് ഉണ്ടാക്കുമോ? സേഫ്റ്റി റിസ്ക്സ് കാണാം, പക്ഷേ സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ അല്ല. ഇതിലൊരു ഫെയിലിയർ ഉണ്ടായിട്ട് സർവീസ് ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാവും, ബട്ട് നോ ഹാം ടു പീപ്പിൾ ഓർ ദി എൻവയോൺമെന്റ്. ഇനി ഓൺലൈൻ മണി ട്രാൻസ്ഫർ സിസ്റ്റത്തിലാണെങ്കിലോ ഫെയിലിയർ ഇൻ മണി ട്രാൻസ്ഫർ സിസ്റ്റം ക്യാൻ ലീഡ് ടു ഫിനാൻഷ്യൽ ലോസസ് കാണാം, പക്ഷേ നോട്ട് റിസ്ക് ടു ഹ്യൂമൻ ലൈഫ് അല്ലെ. അതായത് ഒരു മിഷൻ ക്രിട്ടിക്കൽ സിസ്റ്റം ആണെങ്കിലും സേഫ്റ്റി ക്രിട്ടിക്കൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു മിഷൻ ക്രിട്ടിക്കൽ ആണ്, പക്ഷേ സേഫ്റ്റി ക്രിട്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ആൻസർ ആവുന്നില്ല. ബട്ട് സ്പേസ് ക്രാഫ്റ്റ് നാവിഗേഷൻ സിസ്റ്റം നോക്കൂ. ഓക്കെ, വി വിൽ കം ടു ദാറ്റ് ലേറ്റർ. ഓക്കെ, ഇൻസുലിൻ പമ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റം ആണ്, പക്ഷെ ലെസ് ക്രിട്ടിക്കൽ ദാൻ സ്പേസ് നാവിഗേഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനാണ് കുറച്ചും കൂടി ക്രിട്ടിക്കാലിറ്റി കൂടുതൽ എന്നാണ് പറയുന്നത്. ഇൻസുലിൻ പമ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഫെയിലിയർ ക്യാൻ കോസ് സീരിയസ് ഹെൽത്ത് റിസ്ക് ബട്ട് നോട്ട് ഓൺ ദ സ്കെയിൽ ഓഫ് സ്പേസ് ക്രാഫ്റ്റ് ഫെയിലിയർ. ഈ സ്പേസ് നാവിഗേഷൻ സിസ്റ്റം ഒരു സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റം ആവുന്നതിന് കാരണം നാവിഗേഷൻ സിസ്റ്റം ഇൻ സ്പേസ് ക്രാഫ്റ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗൈഡിംഗ് ദ സ്പേസ് ക്രാഫ്റ്റ് ആൻഡ് എൻഷുറിംഗ് ആക്യുറേറ്റ് പൊസിഷനിങ്. അതില് എന്തെങ്കിലും ഫെയിലിയർ വരികയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു മിഷൻ ഫെയിലിയർ, ലോസ് ഓഫ് സ്പേസ് ക്രാഫ്റ്റ് ആൻഡ് ഈവൻ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്സ് ഇൻ മാൻഡ് മിഷൻസ് ആണെങ്കിൽ. And these systems use fault tolerance and redundancy mechanisms to ensure reliability. Okay, I hope you got the point. Now let's move to the next question. Risk-driven specification is an approach that has been widely used by dash developers. ആരായിരിക്കും? ക്രിട്ടിക്കൽ സിസ്റ്റം അല്ലേ ഇവര്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പേഴ്സ് ആയിരിക്കില്ലേ? ക്രിട്ടിക്കൽ സിസ്റ്റം ഡെവലപ്പേഴ്സ് ആയിരിക്കും. DBMS ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവോ? സാധ്യതയില്ല. നൺ ഓഫ് ദ എബോവ് ആവാൻ ഒട്ടും സാധ്യതയില്ല. ഓക്കെ, വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് റിക്വയർസ് റിഗറസ് ടെസ്റ്റിംഗ്. ഇറ്റ് ഈസ് നോട്ട് പ്രൈമർലി റിസ്ക് ഡ്രിവൺ. ഈ OS ഫെയിൽ ആവുന്നത് ഇൻകൺവീനിയന്റ് ആവാം, പക്ഷേ സിവിയർ കോൺസിക്വൻസസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇനി നെക്സ്റ്റ് DBMS ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. അത് ഡേറ്റ ഇന്റഗ്രിറ്റി, പെർഫോമൻസ്, സെക്യൂരിറ്റി അതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് അല്ലാതെ ലൈഫ് ത്രെട്ടനിങ് റിസ്കിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. നൺ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ DBMS എന്തായാലും വരുന്നില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നില്ല. ഇനി ഇൻ കേസ് ഓഫ് ക്രിട്ടിക്കൽ സിസ്റ്റം, വാട്ട് ഈസ് ഇറ്റ്? ക്രിട്ടിക്കൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ കാറ്റസ്ട്രോഫിക് കോൺസിക്വൻസസ് ഉണ്ടാവാം, ലൈക്ക് ലോസ് ഓഫ് ലൈഫ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡാമേജ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഹാം, അതൊക്കെ സംഭവിച്ചേക്കാം. ഈ റിസ്ക് ഡ്രിവൺ സ്പെസിഫിക്കേഷൻ എന്തിനാണ് നമ്മൾ ക്രിട്ടിക്കൽ സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്നത്? അതായത് ഈ പറയുന്ന സിസ്റ്റംസ് എന്തായിരിക്കണം? റിക്വയർ ഹൈ റിലയബിലിറ്റി ആൻഡ് ഫോൾട്ട് ടോളറൻസ്. ഒരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിവിയർ കോൺസിക്വൻസസ് കാണും റിസൾട്ട് ആയിട്ട്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ഡിവൈസസ്, എയർക്രാഫ്റ്റ് കൺട്രോൾ സിസ്റ്റംസ്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, അതൊക്കെ. അപ്പോൾ റിസ്ക് ഡ്രിവൺ സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ്, അനലൈസിംഗ് ആൻഡ് മിറ്റിഗേറ്റിംഗ് റിസ്ക്സ് ഇൻ ദ ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. Okay, that is why option B is the right answer. Now let's move to the next question. Boundary value analysis, BVA, is a test case design strategy used in black box testing. Alle boundary value analysis is a test case design strategy used in black box testing. It is a technique that focuses on testing at the boundaries of input values rather than within a range. Boundaries check ചെയ്യുന്ന black box testing ലാണ്, range അല്ല കൊടുക്കുക. അതായത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ഫംഗ്ഷനാലിറ്റി ഓഫ് ദ സിസ്റ്റം, നോട്ട് ദ ഇന്റേണൽ കോഡ് ഓർ സ്ട്രക്ചർ. ഫംഗ്ഷനാലിറ്റി മാത്രമാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ബോദർ ചെയ്യുന്നുള്ളൂ. മോസ്റ്റ് എറേഴ്സ് ഒക്കർ അറ്റ് ബൗണ്ടറീസ്. സോ ടെസ്റ്റിംഗ് വാല്യൂസ് ജസ്റ്റ് ബിലോ. അപ്പൊ ടെസ്റ്റിംഗ് വാല്യൂസ് കൊടുക്കുമ്പോ നോക്കണേ, ടെസ്റ്റിംഗ് വാല്യൂസ് എന്ന് പറയുമ്പോ ഇങ്ങനെയാവാം, ജസ്റ്റ് ബിലോ അല്ലെങ്കിൽ അറ്റ് ആൻഡ് ജസ്റ്റ് അബവ്. അങ്ങനെ ബൗണ്ടറി വാല്യൂസ് സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും പൊട്ടൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമുക്ക് പറയാം ഇറ്റ് ഈസ് എൻ എഫക്റ്റീവ് ടെക്നിക് ടു ഐഡന്റിഫൈ എറേഴ്സ് റിലേറ്റഡ് ടു ഓഫ് ബൈ വൺ ഇഷ്യൂസ്, മിസ്സിംഗ് കണ്ടീഷൻസ്, അതുപോലെ ഇൻകറക്റ്റ് കമ്പാരിസൺസ് ഒക്കെ വരുമ്പോൾ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സേ ഒരു ആപ്ലിക്കേഷൻ 1നും 100നും ഇടയിലുള്ള ഇൻപുട്ട് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യും. ദ ടെസ്റ്റ് കേസസ് യൂസിങ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുമ്പോൾ വാലിഡ് ബൗണ്ടറീസ് ഏതൊക്കെയായിരിക്കും എന്നറിയോ? 1ഉം 100ഉം ആയിരിക്കും.
ഇതാണ് വാലിഡ് ബൗണ്ടറീസ്. ഇനി ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ 0യും 101ഉം എടുക്കണ്ടേ, വേണ്ടേ? ഓക്കെ, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്നതുകൊണ്ട്. Okay, let's check the remaining options. Glass box testing actually commonly testing use ചെയ്യുന്ന ഒരു ടെർമിനോളജി അല്ല. It may refer to white box testing. പക്ഷെ അതിൽ ബൗണ്ടറി വാല്യൂ അനാലിസിസ് നോട്ട് ആപ്ലിക്കബിൾ. ഇനി വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് അത് പിന്നെ ഫോക്കസസ് ഓൺ ഇന്റേണൽ കോഡ് സ്ട്രക്ചർ, ലോജിക്, ഫ്ലോ, അതൊക്കെയാണ് നോക്കുന്നത്. ഇതിനകത്ത് BVA does not require knowledge of the internal implementation. Okay, so it's not the one. ഓൾസോ ദ ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ് അതല്ല. മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ടെസ്റ്റിംഗ് ടെക്നിക് അല്ല. ഈ BVA എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആവാം, മാനുവൽ ആവാം. സോ ഇതൊരു കറക്റ്റ് ആൻസർ അല്ല. കറക്റ്റ് ആൻസർ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് തന്നെയാണ്. ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിനകത്ത് വരുന്ന ഒരു കോർ ടെക്നിക് ആണ്. Okay, let's move to the next question. The feature of object-oriented design (OOD) that enables code reusability is ഏതാണ്? ഇൻഹെറിറ്റൻസ് അല്ലേ? എൻകാപ്സുലേഷൻ അല്ല. എൻകാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡേറ്റ ഹൈഡിങ്. അതല്ല നമുക്ക് വേണ്ടത്. എന്താണ്? കോഡ് റീയൂസബിലിറ്റി. പോളിമോർഫിസം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്ലെക്സിബിലിറ്റി ഇൻ മെത്തേഡ് ബിഹേവിയർ. പ്രൈമറിലി റീയൂസബിലിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇനി അബ്സ്ട്രാക്ഷൻ ആണെങ്കിലോ ഹൈഡിങ് ദ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഓൺലി എക്സ്പോസസ് ദ ഫംഗ്ഷനാലിറ്റി. അതല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതല്ല. പക്ഷെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി കോഡ് റീയൂസബിലിറ്റി. അതായത് ഒരു ചൈൽഡ് ക്ലാസ്സിന് അല്ലെങ്കിൽ സബ് ക്ലാസ്സിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിന്റെ പാരന്റ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡ്സും ആട്രിബ്യൂട്ട്സും ഒക്കെ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ. അതിന്റെ ഒരു എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു റീഡ് ഇറ്റ് കെയർഫുള്ളി. Now let's move to the next question. Next acronym തന്നിരിക്കുന്നത് നോക്കൂ. യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. വേറെ ഒന്നും പറയാനില്ല. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ തന്നെ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ആണ്. മാർക്കപ്പ് ലാംഗ്വേജ്, യൂണിഫോം മോഡലിംഗ് ലാംഗ്വേജ്. ഓക്കെ, സോ ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് മോഡലിംഗ് ലാംഗ്വേജ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഡോക്യുമെന്റ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക, സ്പെസിഫൈ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, അതിനെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മോഡലിംഗ് ലാംഗ്വേജ് ആണ് ഈ പറയുന്ന യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ഓർ UML. ഗ്രാഫിക്കൽ നൊട്ടേഷൻ ടെക്നിക്സ് ആണ് അതിനകത്ത് കാണുക. ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈനും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുന്നതിനും ബിസിനസ് പ്രോസസ്സും അതുപോലെ സിസ്റ്റം സ്ട്രക്ചേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിനും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി കോമൺ UML ഡയഗ്രാംസ് കുറച്ച് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കേണ്ടത് എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ ഡയഗ്രാംസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ക്ലാസ് ഡയഗ്രാം വരും, ഒബ്ജക്ട് ഡയഗ്രാം വരും, കോമ്പണന്റ് ഡയഗ്രാം വരും, ഡിപ്ലോയ്മെന്റ് ഡയഗ്രാം വരും. ദെൻ സ്ട്രക്ചറൽ ഡയഗ്രാംസ് കൂടാതെ ഈ UML-നകത്ത് തന്നെ വരുന്ന ഡയഗ്രാംസ് ആണ് ബിഹേവിയറൽ ഡയഗ്രാംസ്. ഈ ബിഹേവിയറൽ ഡയഗ്രാംസ് എന്ന് പറയുമ്പോൾ അതിനകത്താണ് നമുക്ക് യൂസ് കേസ് ഡയഗ്രാംസ്, അതുപോലെ തന്നെ സീക്വൻസ് ഡയഗ്രാംസ്, അതുപോലെ ആക്ടിവിറ്റി ഡയഗ്രാം, പിന്നെ സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം, ഇതൊക്കെ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി UML സ്പെസിഫിക്കേഷൻസ് പഠിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആർ യൂസ്ഡ് ടു മോഡൽ എ സിസ്റ്റംസ് ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ഇന്റേണൽ ടു എക്സ്റ്റേണൽ ഈവൻസ്. ഏതായിരിക്കും? ഇന്റേണൽ ടു എക്സ്റ്റേണൽ ഈവൻസിന് റെസ്പോൺസ് ആയിട്ട് സിസ്റ്റത്തിന്റെ ബിഹേവിയർ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഡയഗ്രാം ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? സ്റ്റേറ്റ് ഡയഗ്രാം അല്ലേ? അതായത് സിസ്റ്റം ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇവന്റ്സ് മോഡൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് എ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസിഷൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ഈവന്റ്സ് ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി റിമൈനിങ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? യൂസ് കേസ് ഡയഗ്രാം. യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ കണ്ടായിരുന്നു, ഒരു ബിഹേവിയറൽ ഡയഗ്രാം ആണ്. പക്ഷേ സ്റ്റേറ്റ് ചേഞ്ചസ് അല്ല അതിനകത്ത് മോഡൽ ചെയ്യുന്നത്. യൂസേഴ്സും സിസ്റ്റവും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. നൗ ആക്ടിവിറ്റി ഡയഗ്രാം, അനദർ ടൈപ്പ് ഓഫ് ബിഹേവിയറൽ ഡയഗ്രാം. അതല്ല നമ്മുടെ ആൻസർ. കാരണം ആക്ടിവിറ്റി ഡയഗ്രാം ഫോക്കസ് ഓൺ വർക്ക് ഫ്ലോ ആൻഡ് പ്രോസസ്സസ്. അതായത് എങ്ങനെയാണ് ആക്ടിവിറ്റീസ് ഫ്ലോ ചെയ്യുന്നത്
എന്നുള്ളത് rather than system states ആക്ടിവിറ്റി ഡയഗ്രാം അതാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ടൈമിംഗ് ഡയഗ്രാംസ് ഉണ്ട്. അത് കാണിക്കുന്നത് ഒബ്ജക്ട് ഇന്ററാക്ഷൻസ് ഓവർ ടൈം ആൻഡ് ആർ മോർ സൂട്ടബിൾ ഫോർ റിയൽ ടൈം സിസ്റ്റംസ്. ഓക്കെ, so that's not our answer. Right answer is option B, state diagram. Now let's move to the next question. The SRS document, software requirement specification document, is often termed as use case specification, prototype specification, black box specification, white box specification. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി അല്ലേ? ബ്ലാക്ക് ബോക്സ് സ്പെസിഫിക്കേഷൻ അല്ലേ വരുന്നത്? SRS ഡോക്യുമെന്റിനെ ബ്ലാക്ക് ബോക്സ് സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. കാരണം ഇറ്റ് ഡിഫൈൻസ് വാട്ട് ദ സിസ്റ്റം ഷുഡ് ഡു. അതായത് ഫങ്ഷണലും നോൺ ഫങ്ഷണലും ആയിട്ടുള്ള റിക്വയർമെന്റ്സ് പറയണം വിത്തൗട്ട് ഡിസ്ക്രൈബിങ് ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ്. അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് എന്ന് അറിയേണ്ട ആവശ്യമില്ല. അതറിയണമെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ വൈറ്റ് ബോക്സ് സ്പെസിഫിക്കേഷൻ എന്ന് വിളിച്ചേനെ. പക്ഷെ അത് ഇതിനകത്ത് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ബ്ലാക്ക് ബോക്സ് സ്പെസിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ഫോർമൽ ഡോക്യുമെന്റ് ആണ്, ആക്ട്സ് ആസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇൻപുട്ട്, പ്രോസസിങ്, അതുപോലെ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഇന്റേണൽ കോഡോ സ്ട്രക്ചറോ അതൊന്നും അല്ല ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂസ് കേസ് സ്പെസിഫിക്കേഷൻ. Use cases describe specific interactions between users and the system but do not represent the entire SRS. So that's not our answer. ഇനി prototype specification പറയുന്നുണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? refers to a preliminary model of the system used for feedback. Just feedbackന് യൂസ് ചെയ്യാമെന്നല്ലാതെ SRS document എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈനൽ റിക്വയർമെന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് SRS ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൈറ്റ് ബോക്സ് സ്പെസിഫിക്കേഷൻ, ഇന്റേണൽ ലോജിക് ആൻഡ് സ്ട്രക്ചർ ഒക്കെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. SRS എന്താണ്? എക്സ്റ്റേണൽ ബിഹേവിയർ മാത്രമേ പിന്നെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ വൈറ്റ് ബോക്സ് സ്പെസിഫിക്കേഷൻ ഈസ് ദ ഇൻകറക്റ്റ് ആൻസർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബ്ലാക്ക് ബോക്സ് സ്പെസിഫിക്കേഷൻ. നൗ ലെറ്റ്സ് മൂവ് ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഇൻ ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ. Dash is a working model of the system that is developed to test the concepts and assumptions about the system. Prototype അല്ലേ ആൻസർ? ഇതിനകത്ത് വേറെ ഒന്നും നോക്കാനില്ല. It's a working model of the system that is developed to test the concepts and assumptions about the system. Prototype. ഇതൊരു വർക്കിംഗ് മോഡൽ ആയിരിക്കും. എൻറ്റയർലി വർക്കിംഗ് മോഡൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ബിഫോർ ദ കംപ്ലീറ്റ് സിസ്റ്റം ഈസ് ഓർ ഫൈനൽ സിസ്റ്റം ഈസ് ബിൽറ്റ് നമുക്ക് കോൺസെപ്റ്റ്സും അസംഷൻസും ഒക്കെ ടെസ്റ്റ് ചെയ്യാം, യൂസർ ഫീഡ്ബാക്ക് ഗ്യാദർ ചെയ്യാം, അതുപോലെ തന്നെ മിസ്സിംഗ് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് വേണമെങ്കിൽ റിക്വയർമെന്റ്സ് റിഫൈൻ ചെയ്യാം ഫുൾ സ്കെയിൽ ഡെവലപ്മെന്റിന് മുൻപ് തന്നെ. അതുവഴി നമുക്ക് എറേഴ്സും റീവർക്സും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വി മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോഡൽ അല്ലേ, വർക്കിംഗ് സിസ്റ്റം മോഡൽ അല്ലല്ലോ. സോ this is wrong. DFD, data flow diagram, graphical representation of data flow in a system, not an executable model. So that's not the answer. And ER model endana? Entry relation model, conceptual diagram for database structure, not a testable working model. Okay, so all the other options are wrong, while option D, which is prototype, is a working model of the system that is developed to test the concepts and assumptions about the സിസ്റ്റം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, സിസ്റ്റം അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് എത്രത്തോളം ഡെപ്തില് ഓരോ വിഷയവും നമ്മൾ പഠിക്കണം, ഏതൊക്കെ വിഷയങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് ഹൈ പ്രയോറിറ്റി ആണ് കേട്ടോ. കോർ സബ്ജക്ട്സിനേക്കാളൊക്കെ ഒത്തിരി പ്രയോറിറ്റി ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും ഓരോ വീഡിയോയ്ക്കകത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ ക്വസ്റ്റിനും ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റു പോസ്റ്റുകളെ, മറ്റു തസ്തികകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വാട്ട് ഡിഫറൻസ് ദിസ് പേപ്പർ ഹാസ് എന്നുള്ളത് ക്ലിയർലി വിസിബിൾ ആണ് നമുക്ക്. അതുകൊണ്ട് തന്നെ കെയർഫുള്ളി വേണം ഈ ഒരു പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ വേണ്ടവർക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ്. ദേ ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ഈ വീഡിയോസ് തന്നെ എന്താ പറയാ, ഇറ്റ് ഈസ് സഫിഷ്യന്റ് ഇനഫ്. ഇനി ഈ വീഡിയോസ് കാണാനും സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനും സമയമില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ടു ഇൻ എ വെരി ലോ പ്രൈസ്. ഓക്കെ, അപ്പം വീഡിയോസ് എല്ലാം കാണുക. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് മടിക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോ ഹിയർ ഐ ആം സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters.